നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും പരിശുദ്ധാത്മാവ് എന്ന ദാനം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 40 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞ് മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. പത്രോസിൽ നിന്ന് മാതൃഭാഷയിൽ സുവിശേഷം കേട്ട യെരുശലേം നിവാസികളായ യഹൂദന്മാർ, അവര് പാരോത്സവ പെരുന്നാളിന് അല്ലെങ്കിൽ പെന്തക്കോസ്ത് പെരുന്നാളിന് പോകാൻ വന്നതാണ്. എന്നാൽ അവര് അങ്ങോട്ടുള്ള പോക്ക് ഇവിടെ നിർത്തുകയാണ്. ദൈവം മനുഷ്യനായത് യേശുവാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് യേശു വെള്ളത്തെ വീഞ്ഞാക്കിയതും വെള്ളത്തിൻ്റെ മീതെ നടന്നതും കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തിയതും മരങ്ങളെയും മനുഷ്യരെയും മൃഗങ്ങളെയും മത്സ്യങ്ങളെയും ഒക്കെ നിയന്ത്രിച്ചതും അവസാനം താൻ തന്നെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത്, സ്വർഗ്ഗാരോഹണം ചെയ്തത് എന്ന് വ്യക്തമായി അവർക്ക് മനസ്സിലായി. അപ്പോൾ പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോട്, അവിടെ പുരുഷന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർ ചോദിക്കുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യട്ടെ? 12 പേരേ ഉള്ളൂ. അതൊരു മുറിയിലാണ്, അതൊരു സ്റ്റേജ് പോലെ ഇപ്പോൾ ഉപകാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. താഴെ നിന്നവർ ചോദിക്കുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പത്രോസ് പറയുകയാണ്, ഞങ്ങൾ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചാബല്യങ്ങളുണ്ടെങ്കിൽ, വീഡിയോലിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിർത്തുന്ന കാര്യമല്ല. യഥാർത്ഥ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം എന്നാണ് അപ്പോസ്തലപ്രവൃത്തി 20 എഴുതിയിട്ടുണ്ട്. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളി എന്നൊരു പ്രയോഗമുണ്ട്. എന്ന് പറഞ്ഞാൽ ബൗട്ടേൻ, ഇതുവരെ പിശാചിങ്കിലേക്കും അല്ലെങ്കിൽ മരണത്തിലേക്കും നരകത്തിലേക്കും ഒക്കെയാണ് പോകുന്നത്, എന്തെല്ലാം കർമാചാരങ്ങളുണ്ടെങ്കിലും. എന്നാൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുവീൻ, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനായ യേശു എന്തെല്ലാം കൽപ്പിച്ചുവോ അതാണ് അനുസരിക്കേണ്ടത്. അത് പൂർണ്ണമായി അനുസരിക്കാനുള്ള സമർപ്പണമാണ് വേണ്ടത്. ഇപ്പോൾ ഈ ജനങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കും. ഞങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് ഇവർ പുരോഹിതന്മാരോട് ചോദിക്കാൻ, ലേവ്യരോട് ചോദിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോകാൻ വന്നവരാണ്. പക്ഷേ ഇപ്പോൾ പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ഈ പത്രോസിനെയും അപ്പോസ്തലന്മാരെയും അവർക്ക് ഒരു പരിചയമില്ല. അവർ ഗലീലക്കാരാണ്, അങ്ങ് വടക്കേ അറ്റത്തുനിന്ന് വന്ന ആളുകളാണ്. മീൻപിടുത്തക്കാരും സാമാന്യരുമായ പഠിപ്പില്ലാത്ത ആളുകളൊക്കെയാണ്, ചിലർ ചുങ്കക്കാരും ഒക്കെ ഉണ്ട്. അവരോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? കാരണം ദൈവം നിങ്ങളോട് കൂടെയാണ്. അതായത് യേശു, ബേത്ലഹേമിൽ ജനിച്ച യേശു നിങ്ങളുടെ ഒപ്പമാണ് പ്രവർത്തിച്ചത്. പരിശുദ്ധാത്മാവാൻ ദൈവം യെരുശലേം ദേവാലയത്തിലേക്കല്ല ഇറങ്ങി വന്നത്, നിങ്ങളുടെ മധ്യത്തിലേക്കാണ്. അതുകൊണ്ട് ദൈവം നിങ്ങളോട് കൂടെയാണ്. പഴയ നിയമം പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവ തേജസ് യെരുശലേം ദേവാലയത്തെ വിട്ടുപോകുന്നതായിട്ട് എഹെസ്കേൽ പ്രവചനത്തിലൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. ഇപ്പോൾ അവർക്ക് മനസ്സിലായി, എഴുതിയിരിക്കുന്നത് ശരിയാണ്, ദേവാലയം വിട്ട് യേശു അല്ല ദൈവം പോയി. എന്നാൽ യേശുവിൻ്റെ ശരീരമായിരുന്നു ദേവാലയം, അതിലേക്ക് ആണ് ദൈവം വന്നത്, അല്ലെങ്കിൽ ദൈവം മനുഷ്യനായതാണ് യേശു എന്ന് അവർക്ക് തിരിച്ചറിവുണ്ടായപ്പോൾ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളോടാണല്ലോ യേശു അത് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് പറഞ്ഞു, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് തിരിക്കുക, ദൈവം എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറാകുക.
അതായത് ദൈവമായ യേശുവിനെ സ്നേഹിക്കുക. ബൈബിളിലെ ഒന്നാമത്തെ കൽപ്പന, 10 കൽപ്പനകളിലെ 2ആയി ചുരുക്കി ഒന്നാമത്തേത് ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോട് സ്നേഹിക്കുക എന്നുള്ളതാണ്. അത് യേശുവിൻ്റെ കാര്യമാണ്. യേശു നമ്മെ സ്നേഹിച്ചു, അതുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുക. രണ്ടാമത് കൂട്ടുകാരൻ നിന്നെപ്പോൾ സ്നേഹിക്കുക. ആരാണ് കൂട്ടുകാർ? സത്യം പറഞ്ഞാൽ അത് ദൈവമക്കളാണ്. യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾ സ്നാനപ്പെട്ട് ദൈവമക്കളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാനും പിന്നെ ഒരുമിച്ച് ചേർന്ന് വിശേഷ സാക്ഷ്യം വഹിക്കാനും യേശു ചെയ്തതുപോലെ സാധുക്കളെയൊക്കെ സഹായിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാകണം. അതാണ് യഥാർത്ഥ ഭക്തി. ഇവർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസിൻ്റെ മറുപടി, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പീൻ. യേശുക്രിസ്തു നാമത്തിൽ സ്നാനം ഏൽക്കണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ സംശയം ഉണ്ടാകും, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്നല്ലേ യേശു പറഞ്ഞത്? അതെ, അതുതന്നെയാണിത്. നാമം എന്ന് പറഞ്ഞാൽ ദൈവത്വം എന്നാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവമായ യേശു കൽപ്പിച്ചതെന്നാണ്. അതായത് 1-ാം നൂറ്റാണ്ടിൽ ഇതിനൊക്കെ ഒരു ചുരുക്കെഴുത്തുകൾ ഉണ്ടായിരുന്നു. 12 അപ്പോസ്തലന്മാർക്ക് 12, 7 ശുശ്രൂഷകന്മാർക്ക് 7, അപ്പവും മീനുമുള്ള തിരുവത്താഴത്തിന് അപ്പം നുറുക്കൽ, ആഴ്ചവത്തിന് 1-ാം ദിവസത്തിന് കർത്തൃ ദിവസം, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾക്ക് പരിശുദ്ധാത്മാവ് മേൽവരിക, ഇതെല്ലാം കൃപാവരങ്ങളായിരുന്നു. അതുപോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തിന് യേശു കൽപ്പിച്ചത്, ദൈവമായ യേശു കൽപ്പിച്ചത് എന്നുള്ള അർത്ഥത്തിൽ യേശുക്രിസ്തു നാമത്തിൽ എന്ന് ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. അല്ലാതെ അപ്പോസ്തലന്മാർക്ക് തെറ്റുപറ്റിയതല്ല, യേശുവിന് തെറ്റുപറ്റിയതല്ല. സ്നാനപ്പെടുത്തുമ്പോൾ പറയേണ്ടത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ എന്ന് തന്നെയാണ്. ആശീർവാദ നാമം അതാണല്ലോ, പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും. അതിൻ്റെ ചുരുക്കെഴുത്താണ് യേശുക്രിസ്തു നാമത്തിലുള്ള സ്നാനം എന്നുള്ളത്. അപ്പോൾ പത്രോസ് അത് പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് 2 കാര്യം ലഭിക്കും, പാപമോചനവും ലഭിക്കും, പരിശുദ്ധാത്മാ ദാനവും ലഭിക്കും എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള നിങ്ങളുടെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു തരും. മേലാൽ പാപം ചെയ്യാതെ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്നിട്ട് പറയുകയാണ്, വാഗ്ദത്തം നിങ്ങൾക്കും ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ഏവർക്കുമുള്ളതല്ലോ. മറ്റു പല വാക്കുകളാലും സാക്ഷ്യം പറഞ്ഞവർ പ്രബോധിപ്പിച്ചു ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ദൃഢന്മാരായ വഴികാട്ടികളിൽ നിന്ന്, ആളുകളെ വഴിതെറ്റിക്കുന്ന കള്ളയിടയന്മാരിൽ നിന്ന് നിങ്ങൾ സത്യോപദേശത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് വരിക എന്നുള്ള ആഹ്വാനമാണ് പത്രോസ് നൽകുന്നത്. എന്തായാലും അവർ വെറുതെ ചോദിച്ചതല്ല ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്, തീർച്ചയായിട്ടും അനുസരിക്കാൻ വേണ്ടിയായിരുന്നു ചോദിച്ചത്. ഇവിടെ അവരനുസരിക്കുക, അവർ ദേവാലയത്തോട് എന്നേക്കും ഇവിടെ പറയുകയാണ്, പുരോഹിതന്മാരോടും അവിടുത്തെ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും എല്ലാം ഇവിടെ പറയുകയാണ്. അവരുടെ കൂട്ടുകാർ ഈ അപ്പോസ്തലന്മാരും അല്ലെങ്കിൽ വിശ്വാസികളുമായിട്ട് അവർ മാറുകയാണ്. ഭയങ്കര മാറ്റം. അതാണ് ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതായെല്ലാം പുതുതായിരിക്കുന്നു. പിന്നെ പുതിയ കൂട്ടായ്മ, പുതിയ ഉപദേശം, പുതിയ ആചാരം, പുതിയ അനുഷ്ഠാനം, പുതിയ പ്രാർത്ഥന, പുതിയ ആരാധന. അതാണ് ദൈവം നമുക്ക് നൽകുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.